ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ വിഷു ആഘോഷങ്ങൾക്കായിട്ട് ചന്ദ്രമതി വീട്ടിലോട്ട് കമലാവതി അമ്മ, രവീന്ദ്രൻ്റെ അമ്മ നാട്ടിൽ നിന്ന് ചന്ദ്രോദയത്തിലോട്ട് വരികയാണ്. നാട്ടിൽ കൃഷി ചെയ്ത കുറച്ച് സാധനങ്ങൾ കണിക്കൊന്നയൊക്കെ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ മകൻ്റെയും മരുമകളുടെയും കൊച്ചുമക്കളുടെയും കൂടി വിഷു ആഘോഷിച്ച് നല്ല സന്തോഷവതിയായിട്ടാണ് കമലാവതി അമ്മ തിരിച്ചു മടങ്ങി പോകുന്നത്. അതിനുശേഷം രേവതി പറയും, സച്ചേട്ടാ, അച്ചമ്മ പെട്ടെന്ന് മടങ്ങിപ്പോയപ്പം നല്ല വിഷമമായെന്ന് പറയും. അതാ നല്ല സങ്കടമുണ്ട്, എനിക്കൊരു കുഞ്ഞ് ആഗ്രഹം ഉണ്ടെന്ന് പറയും. എന്താ രേവതി, ഇനി നമുക്ക് സ്വന്തം എന്ന് പറയാം, നമുക്കൊരു കുഞ്ഞ് വേണമെന്ന് പറയും. അത് കേൾക്കുന്ന സച്ചിക്കും വലിയ സന്തോഷമാവുന്നു. ഇനി അവരുടെ ജീവിതത്തിലോട്ട് ഒരു പുതിയ വാവയും കൂടി കടന്നു വരാൻ പോവുകയാണ്. രക്ഷിക്കാനായിട്ട് അച്ചമ്മ വരുന്ന സമയത്ത് രവീന്ദ്രൻ മുന്നേ പറഞ്ഞിരുന്നു, നീ ശ്രുതിയോട് ഇങ്ങനെയൊന്നും പെരുമാറുന്നത് അച്ചമ്മ കണ്ടു കഴിഞ്ഞാൽ നിന്നോട് ചോദ്യം ചെയ്യും, അതുകൊണ്ട് നീ നല്ല രീതിയിൽ പെരുമാറണമെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ അന്നൊക്കെ ശ്രുതിയോട് വളരെ നല്ല രീതിയിലാണ് പെരുമാറുന്നത്. അതിനുശേഷം പിന്നെയും ചന്ദ്രമതി പഴയതുപോലെ തന്നെ ശ്രുതിയോട് വലിയ രീതിയിൽ വളരെ മോശമാണ് പെരുമാറുന്നതുള്ള ജോലിയെല്ലാം ചെയ്യിപ്പിക്കുകയാണ്. അതിനുശേഷം കുറേ തുണിയെല്ലാം കഴുകാൻ കൊണ്ട് കൊടുക്കും. അതിനകത്ത് എല്ലാ തുണിയും കുറേ വലിച്ചു വാരി ഇട്ടേക്കും. ആ തുണിയെല്ലാം എടുത്തുകൊണ്ട് ശ്രുതി ഇതെല്ലാം കൊണ്ടുപോയി കഴുകാൻ പറയും. ഞാൻ മിഷനിൽ ഇടാൻ, മിഷനിലൊന്നും ഇടണ്ട, ഇതെല്ലാം നീ കൈകൊണ്ട് വാഷ് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നനയ്ക്കുന്ന കല്ലിൻ്റെ എടുത്തുകൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. ശ്രുതി ആ തുണിയെല്ലാം കഴുകുന്ന കഷ്ടപ്പാടാണ്. അപ്പോഴത്തേക്ക് ഇതിൽ സച്ചിയുടെയും രേവതിയുടെ തുണിയില്ലല്ലോ, അവരുടെ തുണിയും കൂടി എടുത്ത് കഴുകാൻ പറയും. അവരുടെ തുണി ഞാൻ കഴുകാൻ എന്താ പറ്റത്തില്ലയോ എന്ന് ചോദിക്കും. ഉടനെ പോയി സച്ചിയുടെയും രേവതിയുടെയും കൂടി തുണി എടുത്തുകൊണ്ട് വരും. അപ്പോഴത്തേക്ക് രേവതിക്കും സച്ചിക്കും സന്തോഷം, ഇത് കൊള്ളാമല്ലോ, ഞങ്ങളുടെ തുണി പൗഡർ ഇടത്തെ കഴുകി തരുന്നു. അങ്ങനെ തുണി കഴുകുന്നതൊക്കെ കൊണ്ട് ശ്രുതി അങ്ങ് കഷ്ടപ്പെടുവാണ്. അപ്പോഴത്തേക്ക് ശ്രുതി അതുവഴി വരും. നോക്കുമ്പോൾ ശ്രുതി കിടന്നങ്ങ് അലക്കുവാണ്. എന്താ ശ്രുതി, കണ്ടില്ലേ, ഇതെല്ലാം ആൻറ്റി കൊണ്ട് തന്ന തുണിയാന്ന് പറയും. ഇത് സച്ചിയുടെ രേവതിയും കൂടി തുണിയുണ്ട് ശ്രുതി, അത് ഞാൻ കഴുകണമെന്ന് പറഞ്ഞ്. നീ വിഷമിക്കേണ്ട, അമ്മയുടെ സ്വഭാവത്തിന് നല്ല മാറ്റം ഉണ്ടാകും, നീ കുറച്ച് ദിവസം കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ശ്രുതി, എന്തായാലും ബാക്കി ഞാൻ കഴുകാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ബാക്കിയെല്ലാം എടുത്തിട്ടും കഴുകുകയാണ്. ഉടനെ പറയും, ആഹാ കൊള്ളാമല്ലോ, ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് കാണുന്ന സച്ചി എന്ന് ചന്ദ്രമതീശത്ത് പറയും. ചന്ദ്രമതി, അമ്മ ഇങ്ങനെ വന്ന ഒരു കാര്യം കാണിച്ചു, എന്താടാ, നോക്കുമ്പോൾ എന്തുവാ, ശ്രുതിയെ സഹായിക്കുന്ന ശ്രുതിയാണ് കാണുന്നത്. എടാ, നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല അവളെ കാണരുത്, അവളോട് സംസാരിക്കരുതെന്നൊക്കെ, പിന്നെ നീ അവളെ ജോലി സഹായിക്കാൻ പോകുന്നു. അത് അമ്മ, ഞാൻ വെറുതെ ഇതുവഴി വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്ന് എന്തെങ്കിലും പറഞ്ഞാൽ എസ്കേപ്പ് ആവും. അതിനുശേഷം ശ്രുതിയെ കൊണ്ടുള്ള ജോലി ഏൽപ്പിക്കുന്ന ശ്രുതിക്ക് അങ്ങ് സങ്കടം സഹിക്കാൻ പറ്റത്തില്ല. ശ്രുതി അതുകൊണ്ട് നേരെ അങ്ങ് ഭാമയുടെ വീട്ടിൽ ചെല്ലുകയാണ്. ഭാമയുടെ വീട്ടിൽ ചെന്നിട്ട് ഭാമയോട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയും. എല്ലാം കേൾക്കുന്ന ഭാമ പറയും, നിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് ശ്രുതി, മുൻപൊന്നും ശ്രുതി ഒരു കാര്യവും ചന്ദ്രയിൽ നിന്ന് മറച്ചു വെക്കത്തില്ലായിരുന്നു, ഇതാദ്യമായിട്ടാണ്, അതും ഇത്രയും വലിയൊരു കാര്യം അവൻ മറച്ചു വെക്കുന്നത്, അതും നീ പറഞ്ഞിട്ടാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കാണ് ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യമായത്. പിന്നെ പൈസ കിട്ടിയ സമയത്ത് നിങ്ങളത് ചന്ദ്രയെ അറിയിപ്പിക്കണമായിരുന്നു, നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും അവൾ കൂട്ടുനിന്നേലേ, നിന്നെ അവൾ തലേ കയറ്റിക്കൊണ്ട് നടന്നതാണ്. മലേഷ്യൻ മരുമകളെന്ന് പറഞ്ഞു, അവൾ കണ്ടെത്തിയ മരുമകളായതുകൊണ്ട് നിന്നോടായിരുന്നു ഏറ്റവും കൂടുതൽ സ്നേഹവും, ആ നീയല്ലേ അവളോട് ഇങ്ങനെ പെരുമാറുന്നത്. അത് ആൻറ്റി, ഞാൻ മറ്റൊന്നും ചെയ്തതല്ലല്ലോ, ആ കാശ് ശ്രുതിക്ക് വേണ്ടിയല്ലേ എന്ന് പറയും. അതേ, നീ ശ്രുതിക്ക് നല്ലതിന് വേണ്ടി ചെയ്തതാണ്, പക്ഷേ അത് ചന്ദ്രയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ആൻറ്റി സംസാരിക്കണം, ബാമാൻറ്റി ഒന്ന് ആൻറ്റിയോട് സംസാരിക്കണം, അല്ലെങ്കിൽ ഞാൻ അവിടെ കിടന്ന് ജോലി ചെയ്ത് മരിച്ചു പോകുമെന്ന് പറയും. നീ വിഷമിക്കേണ്ട, നീ എനിക്കെൻ്റെ മോളെ പോലെ തന്നെ, നീ സങ്കടപ്പെടേണ്ട, ഞാൻ ചന്ദ്രയോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം ചന്ദ്രമതിയും ഭാമയായിട്ട് കാണുകയാണ്. അതിനുശേഷം ചന്ദ്രയോട് പറയും, നീ എന്തിനാ ചന്ദ്ര ആ ശ്രുതിയെ ഇട്ട് ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കുന്നത്? അവൾ നിൻ്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞു. പരാതി പറഞ്ഞാലില്ലെങ്കിലും അതല്ലേ ശരി, നിനക്കറിയത്തില്ല അവൾ ചെയ്ത തെറ്റെന്താണെന്നുള്ളത്. അവൾ ആ കാശ് കിട്ടിയ സമയത്ത് ഞങ്ങളെ അറിയിപ്പിക്കാതെ അവൾ ശ്രുതിക്ക് ഷോപ്പിട്ട് കൊടുത്തു. എന്നിട്ട് 55 ലക്ഷം രൂപ കൈപ്പറ്റിയതിന് ശേഷം അവളത് മലേഷ്യയിലുള്ള അവൾ അച്ഛൻ അയച്ചു കൊടുത്തതാന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവിൻ്റെ റിട്ടയർമെൻറ്റ് സമയത്ത് കിട്ടിയ പൈസ ഇല്ലേ ഭാമയത്, അവളത് എന്നോട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അത് ശ്രുതി ആയിരുന്നെങ്കിൽ ആ കാര്യം എന്നോട് പറഞ്ഞേനെ, അത് അവൾ പറഞ്ഞിട്ടാണ് ശ്രുതി ആ കാര്യം മറച്ചു വെച്ചതെന്നുള്ളത് എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് ദേഷ്യം അറക്കാൻ പറ്റുന്നില്ലെന്ന് പറയും. അത് അവൾ നിൻ്റെ മകന് വേണ്ടി തന്നെ ചെയ്തില്ലേ, നിൻ്റെ മകനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടല്ലയോ അവൾ അങ്ങനെ ചെയ്തത്. അവളെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ശ്രുതി ഒരു ജോലിക്കും പോകത്തില്ലായിരുന്നു. ഭാമേ, നീ വെറുതെ എൻ്റെ മോനെ കുറ്റപ്പെടുത്തരുത്, നിൻ്റെ മോനെ കുറ്റപ്പെടുത്തുമ്പോൾ നിനക്ക് ഇഷ്ടപ്പെടത്തില്ല, പക്ഷേ അവൾ നിൻ്റെ മോനെ ആരും കുറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടിയല്ലയോ ആ ഷോപ്പിട്ട് കൊടുത്തത്. നിൻ്റെ മകൻ തന്നെയല്ലേ അവിടെ ഇപ്പം മുതലാളിയായിട്ട് ഇരിക്കുന്നതെന്നൊക്കെ പറയും. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രൻ പറയും, സംഭവം ശരിയാണ്, പക്ഷേ എന്നാൽ അവൻ ആ കള്ളം എൻ്റെ അടുത്ത് എന്തിനാ അങ്ങനെ കള്ളം പറഞ്ഞത്, പൈസ കിട്ടിയ കാര്യം എൻ്റെ അടുത്ത് പറയാമായിരുന്നല്ലോ എന്ന് ചോദിക്കും. എന്തായാലും സംഭവിച്ചു, നിൻ്റെ മകന് വേണ്ടി തന്നെ അവൾ ഈ പൈസ വിനിയോഗിച്ചതും, അതുകൊണ്ട് ഇനിയും നീ അവളോട് ഇങ്ങനെ പെരുമാറരുത്. പിന്നെ രേവതിയോട് നീ അവളോട് പെരുമാറാൻ ശ്രമിച്ചാൽ അവൾ അധികം നാൾ അവിടെ നിൽക്കത്തില്ല. നിനക്കറിയാമല്ലോ, അവൾ മലേഷ്യ വളർന്ന പെണ്ണാണ്, അവൾ അച്ഛൻ്റെ ഏക മകൾ. ഇപ്പോൾ അവളുടെ അച്ഛൻ ജയിലിലാണെന്ന് കരുതി എന്നാലും അയാൾ പുറത്തിറങ്ങും, അയാളുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തിന് അവകാശിയാണ് അവൾ തിരിച്ച് മലേഷ്യയിലോട്ടങ്ങനെ പോയി കഴിഞ്ഞാൽ നീയും നിൻ്റെ മകനും തന്നെ ദുഃഖിക്കാൻ പോകുന്നതെന്ന് പറയും. ഭാമേ, അത് ഞാൻ പറയാനുള്ളത് പറഞ്ഞെന്നേ ഉള്ളതെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് മനസ്സിലാവും, ഇനി അവളെ ഇട്ട് ജോലി ചെയ്യിപ്പിച്ചാൽ ചിലപ്പോൾ പിണങ്ങി പോയി കഴിഞ്ഞാൽ കോടികളെല്ലാം നഷ്ടപ്പെടുമെന്ന് കരുതും. തിരിച്ച് വീട്ടിലോട്ട് വരുന്ന ചന്ദ്രമതിക്ക്
ശ്രുതിയോടും ഇച്ചിരി സ്നേഹമൊക്കെ തോന്നും. അങ്ങനെ ഇച്ചിരി നയപരമായിട്ടൊക്കെ ഇച്ചിരി അനുരഞ്ജനം എന്നുള്ള മട്ടിലൊക്കെ സംസാരിക്കുകയാണ്. ഇത് കാണുന്ന സച്ചി പറയും, ആഹാ ജഡ്ജിയമ്മയുടെ പെരുമാറ്റത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ തീരുമാനം പറയാമെന്ന് പറയും. എന്ത് തീരുമാനം? ഇവൻ ചന്ദ്രമതി ഹോം അപ്ലയൻസസ് എന്ന് പറഞ്ഞ പേരിൽ തുടങ്ങിയിരിക്കുന്ന ഷോപ്പിന് എൻ്റെ അച്ഛന് റിട്ടയർമെൻറ്റ് സമയത്ത് കിട്ടി കാശ് ഉപയോഗിച്ച് ചെയ്തതാണ് ആ ബിസിനസ്. അത് മലേഷ്യ എന്നുള്ള പണം കൊണ്ടാണെന്നാണല്ലോ ഇതുവരെ പറഞ്ഞിരുന്നത്. എന്താ ഞാനിപ്പം ആ സ്ഥാനത്ത് മാറി നിന്നെ മുതലാളിയാക്കണമെന്ന് ചോദിക്കും. എന്നെ നീ മുതലാളിയൊന്നും ആക്കണ്ട, മുതലാളിയാവും എനിക്കിവിടെ താല്പര്യവും ഇല്ല. എനിക്ക് ഒന്നുമില്ലെങ്കിൽ 2 കാറുണ്ട്, 2 കാറിൻ്റെ മുതലാളി ഞാൻ തന്നെ ആണെന്ന് പറയും. പിന്നെ നിനക്കെന്താ അതിന് ഷെയർ വേണമെന്ന് ചോദിക്കും. എനിക്ക് ഷെയറൊന്നും വേണ്ട. രേവതി നിനക്ക് വേണോ? വേണ്ട. സച്ചേട്ടന് വേണ്ടാത്ത ഒരു അവകാശം എനിക്ക് വേണമെന്ന് പറയും. ശ്രീകാന്തേ നിനക്ക് വേണമെന്ന് ചോദിക്കും. എനിക്ക് വേണ്ട. ഈ വർഷയോട് ചോദിക്കാൻ പറയും. അച്ഛന് റിട്ടയർമെൻറ്റ് സമയത്ത് കിട്ടിയ കാശിന് അവകാശം ഞങ്ങൾക്ക് വേണ്ട, അച്ഛൻ്റെ കാശ് അങ്കിളിൻ്റെ കാശ് തന്നെയാണെന്ന് വർഷയും പറയും. കണ്ടല്ലോ, ഞങ്ങൾക്ക് 2 മക്കൾക്കും അച്ഛൻ്റെ സ്വത്തിൽ യാതൊരു അവകാശം വേണ്ട. പക്ഷേ നീ ഇപ്പം ഇരിക്കുന്ന ആ മുതലാളി പദവി ഉണ്ടല്ലോ, അതിന് അവകാശമുള്ള വേറെ ആളുണ്ട്. അതാരാ? നീ ആയിരിക്കും. എനിക്ക് മുതലാളിയൊന്നും ആവണ്ട, പക്ഷേ അതിന് മുതലാളിയാവാൻ പറ്റിയ ഒരാൾ വേറൊരാൾ ഈ വീട്ടിൽ ഉണ്ടെന്ന് പറയും. ഉടനെ പറയും, ഈ നിൽക്കുന്ന എൻ്റെ അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് കാശിന് തുടങ്ങിയ ഷോറൂമാണ് ചന്ദ്രമതി ഹോം അപ്ലയൻസസ്. അപ്പോൾ അതിന് മുതലാളിയായിട്ടിരിക്കാൻ ഏറ്റവും യോഗ്യത എൻ്റെ അച്ഛനാണെന്ന് പറയും. ഉടനെ വർഷം പറയും, അത് ശരി, അങ്കിളിനും തന്നെ അതിനുള്ള യോഗ്യതയെന്ന് പറയും. പക്ഷെ അന്ന് ശ്രുതിയും കൂടി ഇങ്ങനെ നോക്കിയാണ്. അപ്പോൾ ചന്ദ്രമതി ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് പറയും, കണ്ടില്ലേ, ഇപ്പോൾ ഈ പറയുന്നതിനെല്ലാം നീ ആ ശ്രുതി കാരണക്കാരി. നീ നിൻ്റെ അച്ഛനെ വിളിച്ച് പറ, അത് ആൻറ്റി അച്ഛൻ ജയിലിലല്ലയോ? അച്ഛൻ ജയിലില്ല, പക്ഷേ ക്യാഷ് പുറത്തുണ്ടല്ലോ. അതുകൊണ്ട് നീ നിൻ്റെ അച്ഛനെ നിൻ്റെ ഇളയച്ഛനെ കണ്ട് സംസാരിച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന് കുറച്ച് കാശ് അയച്ചു തരാൻ പറ. അല്ലെങ്കിൽ ആ സച്ചിയും രേവതി ഇവിടെ കിടന്ന് നെഗളിക്കും നിനക്കും ശ്രുതിക്കും കാണേണ്ടി വരുമെന്ന് പറയും. ഉടനെ പിറ്റേ ദിവസം രാവിലെ അങ്ങോട്ട് ആകുമ്പോഴത്തേക്ക് മഹേഷിനെ വിളിച്ച് പറയും, എടാ നീ വലിയ 2 മാലയൊക്കെ അങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറയും. അങ്ങനെ എല്ലായിടത്തും പറയും രാവിലെ ഷോറൂമിലോട്ട് വരാൻ. ശ്രുതിയും രാവിലെ ഷോറൂമിൽ പോവുകയാണ്. വർഷയും ശ്രീകാന്തും ഒക്കെ ഷോറൂമിലോട്ട് വരുമ്പോൾ ചോദിക്കും, അല്ല നിങ്ങളെന്താ പതിവില്ലാതെ ഷോറൂമിലോട്ട്? സച്ചിയേട്ടൻ വിളിച്ചിട്ട് വന്നതാന്ന് പറയും. അപ്പോഴത്തേക്ക് നോക്കുമ്പം എല്ലാവരും വരുന്നു, ചന്ദ്രമതിയും എല്ലാവരും വരുവാണ്. 2 മാലയൊക്കെ ആയിട്ട് മഹേഷും വരും. അപ്പോഴത്തേക്ക് ചോദിക്കും, അച്ഛാ നീ ഒന്ന് എഴുന്നേറ്റ് എന്ന് ചോദിക്കും. എന്തിനാ? എഴുന്നേക്ക് എന്ന് പറഞ്ഞ് ശ്രുതിയെ പിടിച്ച് ആ മുതലാളിയുടെ കസേരയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. ഉടനെ അച്ഛാ ഇങ്ങോട്ട് വരാൻ പറയും. അങ്ങനെ രവീന്ദ്രനെ പിടിച്ച് ആ കസേര ഇരുത്തുകയാണ്. കണ്ടോ, എൻ്റെ അച്ഛനാണ് ഇന്ന് മുതൽ ഇവിടുത്തെ മുതലാളി. അപ്പം നീ ഇവിടുത്തെ മാനേജർ, കണക്കും കാര്യങ്ങളൊക്കെ അച്ഛനെ കൊണ്ട് കാണിച്ചാൽ മതി. 2 ദിവസം കൂടുമ്പോൾ അച്ഛൻ കണക്കെല്ലാം ചെക്ക് ചെയ്യുമെന്ന് പറയും. എല്ലാ സ്റ്റാഫിൻ്റെ അടുത്തും പറയും, ഇന്നോട്ട് എൻ്റെ അച്ഛനാണ് ഈ ഷോറൂമിൻ്റെ മുതലാളി രവീന്ദ്രൻ. ഇത്രയും നാളെ മുതലാളിയായിട്ടിരുന്ന രവീന്ദ്രൻ ഇന്നോട്ട് ഇവിടുത്തെ മാനേജറാണെന്ന് പറയും. അങ്ങനെ സ്റ്റാഫുകളൊക്കെ ഞങ്ങൾ ശ്രുതിയെ നോക്കിക്കൊണ്ട് ചിരിക്കുകയാണ്. ശ്രുതിക്ക് ഭയങ്കര ഇൻസൾട്ടാണ് ഉണ്ടാകുന്നത്. ചന്ദ്രമതിക്ക് സന്തോഷവും. അങ്ങനെ ഒരു പൂമാല എടുത്ത് രവീന്ദ്രനും സച്ചി ഇട്ട് കൊടുക്കും. രേവതി ഈ പൂമാല നീ അമ്മയ്ക്ക് ഇട്ട് കൊടുക്കാൻ പറയും. ഇത് മുതലാളിയുടെ ഭാര്യയാണ് ചന്ദ്രമതി ഹോം അപ്ലയൻസസ് എന്നൊക്കെ പറയും. ഉടനെ ഒരു പൂമാല എടുത്ത് രേവതി ചന്ദ്രയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കും. അങ്ങനെ ശ്രുതി അങ്ങ് ദേഷ്യം പിടിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് സച്ചി രേവതിയും കൂടി ചേർന്ന് രവീന്ദ്രനെ ആ ചെയറിൽ ഇരുത്തുകയാണ്. ഇന്നോട്ട് ചന്ദ്രമതി ഹോം അപ്ലയൻസസിൻ്റെ മുതലാളിയാണ് ഈ നിൽക്കുന്ന രവീന്ദ്രൻ എന്ന് പറഞ്ഞ് അച്ഛനെ കൈയടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടംബരാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി പിണങ്ങി പോകുന്ന ശ്രുതി എന്തൊക്കെ കാണിക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് നമ്മൾ ഇനിയുള്ള ദിവസം കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.